ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പം നമുക്ക് ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു സേമിയ പായസം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് പൊട്ടിച്ച് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുത്തിട്ട് തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണം. പക്ഷേ കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പം നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് നമുക്കൊരു 2 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിൻ്റെ കൂടെ വെള്ളം കൂടി ചേർത്ത് എടുക്കണം. അപ്പം നമ്മൾ 1/2 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. 2 ലിറ്റർ പാൽ ഒഴിക്കുമ്പോൾ നമുക്ക് 1/2 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. അതായത് അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് നമ്മൾ ഇളക്കാതിരിക്കുകയാണെങ്കിൽ അടിയിൽ പാട പോലെ വന്നിട്ട് അത് പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ അത് കരിഞ്ഞത് മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പിന്നെ കേടുവന്ന് പോവില്ലേ പായസം. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, പിന്നെ കരിഞ്ഞ് ചുവയ്ക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അഥവാ എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ നിങ്ങളതൊന്ന് വേഗം അരിച്ചെടുക്കുക. ഇളക്കാൻ പാടില്ല, ഇളക്കാതെ ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഈ പാത്രം നല്ലപോലെ കഴുകിയിട്ട് അതിലേക്ക് തന്നെ ആക്കി ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കുകയാണ്. സേമിയ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കട്ടയൊന്നും പിടിക്കാതെ കിട്ടും. കുറച്ച് നേരം നല്ലപോലെ ഇളക്കുമ്പോൾ പിന്നെ നമുക്കിനൊരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഓവറായിട്ട് കുക്ക് ചെയ്യരുത് സേമിയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ തണുത്ത് കഴിയുമ്പോൾ ഭയങ്കര കട്ടി പോലെ ആയിപ്പോവും. അപ്പോൾ ഇത് ഏകദേശം നല്ലപോലെ തിള വന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേസ്റ്റ് മേക്കർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഓപ്ഷണലാണ്, പക്ഷെ ഞാനത് ചേർക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ക്രീമി ടേസ്റ്റ് തരും നമ്മുടെ പായസത്തിന് കേട്ടോ. ഇത് വന്നിട്ട് മാവാന്ന് പറയും. അതായത് നമ്മൾ പാല് നല്ലപോലെ തിളപ്പിച്ച് കുറുക്കി എടുക്കുന്നതാണ്. അതിൽ പഞ്ചസാര ഇത്തിരി ചേർത്തിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കുന്നതാണ് മാവാന്ന് പറയുന്ന സാധനം. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മിൽക്ക് പേട ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം പൊടിച്ചിട്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അത് ഓപ്ഷണലാണ് കേട്ടോ, പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ പായസത്തിന് തരിക. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരം കൂടുതൽ വേണ്ടവർ അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കുക. ഇനി നമ്മളിതിൽ മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കുന്നത് കൊണ്ട് പഞ്ചസാരയുടെ ലെവൽ കറക്റ്റായിരിക്കും. ഇനി പഞ്ചസാര അധികം ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നുള്ള് ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. മിൽക്ക് മെയ്ഡും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട. അത് പ്രത്യേക ഒരു ടേസ്റ്റ് തരും നമുക്ക്, അതിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു മിൽക്ക് മെയ്ഡും പഞ്ചസാരയൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ ഒന്നും കൂടി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സേമിയ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾ അതിലേക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിറച്ച് ചേർക്കാം, അല്ലാത്തവർക്ക് കുറച്ച് മതി. ഞങ്ങളുടെ ഇവിടെ അധികം കശുവണ്ടി ആവശ്യമില്ല, അതുകൊണ്ട് കുറച്ച് കശുവണ്ടി ചേർത്തിട്ടുള്ളൂ. അതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിസ്മിസും കൂടി ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം, കിസ്മിസ് പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പൊള്ള പോലെ ആയി കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ വറുത്തത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട്.
അപ്പം നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായങ്ങളും ഫീഡ്ബാക്കും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.